പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്കിടെ നാടകീയ രംഗങ്ങൾ. വരണാധികാരിയുമായി വാക്കേറ്റം നടത്തി സാന്ദ്ര തോമസ്. തർക്കം സാന്ദ്ര തോമസിന്റെ പത്രികകൾ തള്ളിയതിനെ തുടർന്ന്. ഭരണാധികാരിയുടേത് അനധികൃത നിയമനമെന്നും എല്ലാം ആസൂത്രിതമെന്നും സാന്ദ്ര തോമസിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ 2-ൽ കൂടുതൽ സിനിമകൾ നിർമ്മിച്ചിരിക്കണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ആലപ്പുഴ ചേർത്തലയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് ഒഴുക്കിൽപ്പെട്ട 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് തൃക്കുന്നപ്പുഴ സ്വദേശി ബിനു, മാവേലിക്കര സ്വദേശി രാഘവ് എന്നിവർ. തകർന്നത് കീച്ചേരിക്കടവ് പാലത്തിന്റെ സ്പാൻ. ആലപ്പുഴ ചേർത്തല തിരോധാന കേസുകളിൽ കൂടുതൽ തെളിവുകൾ. പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിലുള്ള കുളത്തിൽ വസ്ത്രഭാഗങ്ങൾ. നേരത്തെ അസ്ഥികൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്തി. സെബാസ്റ്റ്യനുമായി വീട്ടിൽ പരിശോധന തുടരുന്നു. പോലീസ് നായകളെ എത്തിച്ചും പരിശോധന. കൂട്ടക്കൊലപാതക ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിൽ 6-ാം പോയിന്റിൽ നിന്ന് ലഭിച്ചത് പൂർണ്ണ മനുഷ്യ അസ്ഥികൂടം. 33 വയസ്സ് പ്രായമുള്ള പുരുഷന്റേതെന്ന് പ്രാഥമിക നിഗമനം. കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റിലും പരിശോധന നടത്താൻ SIT സംഘം. പരിശോധനയ്ക്കായി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനവും എത്തിച്ചേക്കും. SC/ST വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമ സംവിധാനം ചെയ്യാൻ പരിശീലനം നൽകണമെന്ന പരാമർശത്തിൽ ഉറച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. പരിശീലനം അനിവാര്യം. പറഞ്ഞത് അവരുടെ നല്ലതിനായി. ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും പ്രതിഷേധം അറിവുകേടുകൊണ്ടെന്നും അടൂർ. പ്രതിഷേധിച്ചവർക്ക് സിനിമയുമായി ഒരു ബന്ധമില്ല എന്നും വിമർശനം. വിവാദ പരാമർശത്തിൽ അടൂരിനെതിരെ പോലീസിൽ പരാതി. എളുപ്പത്തിൽ കേസെടുക്കേണ്ടതില്ല എന്ന് പോലീസിന്റെ നിരീക്ഷണം. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിൽ VC മോഹനൻ കുന്നുമ്മലിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സസ്പെൻഡ് ചെയ്തത് ഏത് അധികാരം ഉപയോഗിച്ചാണെന്ന് ചോദ്യം. സിൻഡിക്കേറ്റിന് മുകളിലാണ് VCയുടെ അധികാരമെന്നാണോ കരുതുന്നത് എന്നും കോടതി. വിമർശനം VCയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള അനിൽകുമാറിന്റെ ഹർജിയിൽ. കേസിൽ ബുധനാഴ്ച അന്തിമ ഉത്തരവിറക്കും. ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ. കേസിൽ രാഹുലിന് രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. ചൈന ഭൂമി കയ്യേറിയെന്ന വിവരം രാഹുലെ എവിടെ നിന്ന് ലഭിച്ചുവെന്നും ചോദ്യം. ആരാധകരുടെ കാത്തിരിപ്പ് വിഫലമായി. മെസ്സിയും അർജന്റീന സംഘവും കേരളത്തിലേക്കില്ല. ഇക്കാര്യത്തിൽ അറിയിപ്പ് ലഭിച്ചുവെന്ന് കായിക മന്ത്രിയുടെ സ്ഥിരീകരണം. കരാറിൽ വിട്ടുവീഴ്ച ചെയ്തത് കേരളമല്ല എന്നും മന്ത്രി. ഒക്ടോബറിൽ വരാൻ ടീം അസൗകര്യം അറിയിച്ചു. ഒക്ടോബറിൽ മാത്രമേ സ്പോൺസർ ചെയ്യാനാകൂ എന്ന് സ്പോൺസർമാർ പറഞ്ഞുവെന്നും മന്ത്രി. ടെസ്റ്റ് ക്രിക്കറ്റിൽ കരുത്തറിയിച്ച് ഇന്ത്യൻ യുവനിര. ഓവൽ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടു. ബൌളിംഗ് കരുത്തിൽ ഇന്ത്യക്ക് 6 റൺസ് ജയം. ടെസ്റ്റ് പരമ്പര സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനവുമായി ഇന്ത്യൻ ബൌളർമാർ. 5 വിക്കറ്റ് വീഴ്ത്തി മുഹമ്മദ് സിറാജും 4 വിക്കറ്റ് വീഴ്ത്തി പ്രസിദ്ധ് കൃഷ്ണയും.